തോറ്റത് അമിത ആത്മവിശ്വാസം കൊണ്ടല്ല സഖാവേ, നിങ്ങൾ ജനങ്ങളെ പുച്ഛിച്ചത് കൊണ്ടാണ്. MP ഗോവിന്ദൻ മാഷിന്റെ തോൽവി സമ്മതത്തിന് സന്ദീപ് വാര്യർ നൽകിയ മറുപടി ഇന്ന് കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. അധികാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിച്ച് ആകാശത്തിന് താഴെ തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് വിശ്വസിച്ച ഒരു ഭരണകൂടത്തിന് ജനങ്ങൾ നൽകിയ കരണത്തടിയാണിത്. ഇതിനെ ആത്മവിശ്വാസം എന്ന് വിളിച്ച് ന്യായീകരിക്കാൻ നോക്കുന്നത് തോൽവിയേക്കാൾ വലിയ നാണക്കേടാണ്. എന്തായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നടന്നത്? മാസപ്പടിയുടെ പേരിൽ നടന്ന തീവെട്ടിക്കൊള്ള, കരുവന്നൂരിൽ പാവപ്പെട്ടവന്റെ ചോര നീരാക്കിയ സമ്പാദ്യം കട്ടുമുടിച്ച ക്രൂരത, AI ക്യാമറയുടെ മറവിൽ നടന്ന പകൽക്കൊള്ള, ഇതൊക്കെ ചെയ്യുമ്പോഴും പിണറായി വിജയന്റെ മുഖത്തുണ്ടായിരുന്ന ആ ഭാവം ഓർമ്മയുണ്ടോ? ഞങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾ സഹിക്കണമെന്ന ധിക്കാരമില്ലേ? അതിനെയാണ് സന്ദീപ് വാര്യർ അഹങ്കാരം എന്ന് വിളിച്ചത്. ആ അഹങ്കാരത്തിനാണ് കേരളത്തിലെ വോട്ടർമാർ ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത്. സംസ്ഥാനം കടക്കണിയിൽ ശ്വാസം മുട്ടുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളമില്ല, പെൻഷൻകാർ മരുന്നിന് കാശില്ലാതെ വലയുന്നു. ഈ പട്ടിണക്കിടക്കയിലും കോടികൾ പൊടിച്ചു PR വർക്ക് നടത്താൻ ഈ സർക്കാരിന് ഒരു മടിയും ഉണ്ടായില്ല. ഖജനാവിൽ എലിയോടുമ്പോഴാണ് അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ കോടികൾ നീക്കിവെക്കുന്നത്. ജനങ്ങളുടെ കണ്ണീരിനേക്കാൾ വലുത് തങ്ങളുടെ ഇമേജ് ആണെന്ന് കരുതിയ പിണറായിയുടെ PR തള്ളുകൾക്ക് വോട്ടർമാർ നൽകിയ മറുപടി എന്തായാലും കുറിക്കു കൊള്ളുന്നതാണ്. സന്ദീപ് വാര്യർ പറഞ്ഞ ആ കഥയാണ് ഇപ്പോൾ കേരളത്തിൽ സത്യത്തിൽ നടക്കുന്നത്. അതായത് പിടിക്കപ്പെടില്ലെന്ന അമിത വിശ്വാസത്തിൽ നേരം വെളുക്കുമ്പോളം മോഷ്ടിച്ച കള്ളൻ, അതെ, ഇരുട്ടിന്റെ മറവിൽ എന്തും ചെയ്യാമെന്നും അധികാരത്തിന്റെ തണലിൽ എല്ലാം ഒളിപ്പിക്കാമെന്നും പിണറായി കരുതി. പക്ഷേ നേരം വെളുത്തു സഖാവി. ജനങ്ങൾ ഉണർന്നു. ഒളിപ്പിച്ചു വെച്ച ഓരോ അഴിമതിയും ഓരോ അഹങ്കാരവും സൂര്യപ്രകാശത്തിൽ എന്ന പോലെ പുറത്തു വന്നു. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു മാധ്യമങ്ങളെ ആട്ടിയോടിച്ച ചോദ്യം ചോദിക്കുന്നവരെ തുറങ്കിലടച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇത് തങ്ങളുടെ തറവാട് സ്വത്താണെന്ന്. ഇരട്ടച്ചങ്കൻ എന്ന വിളിപ്പേര് കേട്ട് സ്വയം അജയ്യനാണെന്ന് കരുതിയ ഒരു ഭരണാധികാരിയുടെ പതനമാണിത്. ജനാധിപത്യത്തിൽ യജമാനൻ ജനങ്ങളാണെന്നും ഭരണാധികാരി വെറും സേവകൻ മാത്രമാണ് എന്നും ഈ തോൽവി നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇത് ആത്മവിശ്വാസം തകർന്നതല്ല, മറിച്ച് ധിക്കാരത്തിന്റെ കൊട്ടാരം തകർന്നതാണ്. ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാവുക. അഴിമതിക്ക് ആത്മവിശ്വാസം എന്ന് പേരിട്ട് ന്യായീകരിക്കാൻ വന്നാൽ ഇതിലും വലിയ ദുരന്തങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ തൊടുത്തുവിട്ട ഈ അമ്പുകൾ വെറും വാക്കുകളല്ല, അതൊരു താക്കീതും മുന്നറിയിപ്പും കൂടിയാണ്.